കുടജാദ്രിയിലേക്ക് ഒരു യാത്ര. ഇതൊരു സ്വപ്നയാത്രയാണ്. യാത്ര കഠിനമാണെങ്കിലും അതിൻ്റെ ഒരു സുഖം നാം അനുഭവിക്കുന്നത് അതിൻ്റെ അവസാനത്തിലെത്തുമ്പോഴാണ്. എത്ര സുന്ദരമായ ആനന്ദത്തിലേക്കാണ് നാം എത്തുന്നത്. പണ്ടെവിടെയോ പറഞ്ഞ പോലെ സാത്വികമായ ആനന്ദം അത് തുടക്കത്തിൽ സുഖകരമായിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു അഭ്യാസം നമുക്ക് വേണം. ആ അഭ്യാസത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് കഠിനമായ പലതും നിസാരമായി നമ്മളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ആനന്ദമോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കുടജാദ്രിയും അതുപോലെയുള്ളൊരു സ്ഥലമാണ്. ആ ഒറ്റ ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടൂ. കുടജാദ്രി കാണാതെ ആരും ഈ ഭൂമി വിട്ട് പോകരുത്. ആരോഗ്യ കാരണങ്ങളാൽ പലവർക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ആരോഗ്യമുള്ളവർ അവിടെ എത്തിപ്പെടുന്നുമില്ല. എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിശങ്കരൻ നമുക്ക് കാട്ടിത്തന്ന ആ വലിയ സത്യം ഇതാ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതൊന്നു മാത്രം മതി ആദിശങ്കരനെ അറിയാൻ. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം.